സമാധാനത്തിനായി. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. യോഹന്നാൻ 14:27. അശാന്തി നിറഞ്ഞ ഈ ലോകത്തിൽ എനിക്ക് താങ്ങായിരിക്കുന്ന യേശുവേ, എൻ്റെ മനസ്സിനെ അലട്ടുന്ന എല്ലാ ആശങ്കകളും ഭയങ്ങളും ഞാൻ അങ്ങയുടെ കാൽക്കൽ സമർപ്പിക്കുന്നു. ലൗകികമായ കാര്യങ്ങൾക്ക് നൽകാൻ കഴിയാത്ത ആഴമായ സമാധാനം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ. അങ്ങിൽ മാത്രം ആശ്രയിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ആമീൻ. യോഹന്നാൻ 14:27 ആസ്പദമാക്കിയുള്ള ഈ പ്രാർത്ഥന ഇന്നത്തെ വേഗതയേറിയതും അസ്വാസ്ഥ്യങ്ങൾ നിറഞ്ഞതുമായ ലോകത്തിൽ മനുഷ്യന്റെ ഹൃദയം കുതിക്കുന്ന യഥാർത്ഥ സമാധാനത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ലോകം നൽകുന്ന സമാധാനവും ദൈവീക സമാധാനവും. ഭൗതിക സാഹചര്യങ്ങളെ ആശ്രയിച്ചാണ് ലോകം നമുക്ക് സമാധാനം നൽകുന്നത്. സമ്പത്ത്, പദവി, താൽക്കാലിക സന്തോഷങ്ങൾ എന്നിവയിലൂടെ ലോകം തരുന്ന സമാധാനം എപ്പോൾ വേണമെങ്കിലും തകർന്നു പോകാം. എന്നാൽ യേശു വാഗ്ദാനം ചെയ്യുന്ന സമാധാനം ബാഹ്യമായ സാഹചര്യങ്ങൾക്ക് അതീതമാണ്. ജീവിതത്തിൽ പ്രതിസന്ധികളും കൊടുങ്കാറ്റുകളും ഉണ്ടാകുമ്പോഴും മനസ്സിനെ ശാന്തമായി സൂക്ഷിക്കാൻ ഈ ദൈവിക സമാധാനത്തിന് കഴിയും. സമർപ്പണത്തിൻ്റെ ശക്തി. എൻ്റെ മനസ്സിനെ അലട്ടുന്ന എല്ലാ ആശങ്കകളും ഭയങ്ങളും ഞാൻ അങ്ങയുടെ കാൽക്കൽ സമർപ്പിക്കുന്നു എന്ന വരികൾ ഭാരപ്പെട്ട ഹൃദയങ്ങളുടെ വലിയൊരു ആശ്വാസമാണ്. നാളെയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും പരാജയഭീതിയും മനുഷ്യനെ എപ്പോഴും അശാന്തനാക്കുന്നു. എന്നാൽ നമ്മുടെ ഭാരങ്ങൾ ഈശോയുടെ കാൽക്കൽ ഇറക്കി വയ്ക്കുമ്പോൾ നമ്മൾ തനിച്ചല്ലെന്ന ബോധ്യം നമുക്കുണ്ടാകുന്നു. ഈ പൂർണ്ണമായ സമർപ്പണമാണ് ഹൃദയത്തിൽ സമാധാനം നിറയ്ക്കുന്നത്. അങ്ങയിൽ മാത്രം ആശ്രയിക്കാൻ. ലൗകികമായ കാര്യങ്ങൾ താൽക്കാലിക ആശ്വാസം തരുമെങ്കിലും ശാശ്വതമായ സമാധാനം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ മാത്രമാണ് ലഭിക്കുന്നത്. പ്രതിസന്ധികളിൽ തളരാതെ ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ച് ബോധവാന്മാരാകാൻ ഈ പ്രാർത്ഥന നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യഥാർത്ഥ സമാധാനം എന്നത് പ്രശ്നങ്ങളുടെ അഭാവമല്ല, മറിച്ച് പ്രശ്നങ്ങൾക്കിടയിലും ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതാണ്. ആഴമായ ദൈവവിശ്വാസത്തിലൂടെയും സമർപ്പണത്തിലൂടെയും മാത്രമേ ഹൃദയത്തിന് യഥാർത്ഥ ശാന്തി കൈവരിക്കാൻ സാധിക്കൂ എന്ന് ഈ ചിന്ത നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.